അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും +2ൻ്റെ എന്താണ് ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ. ഇതിലിപ്പോൾ ശരിക്കും പെട്ടത് CS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇപ്പോൾ ഒരു CS ആണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഇത്. കാരണം ആദ്യത്തെ തിങ്കൾ മുതൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം 4 ദിവസം സയൻസ് സബ്ജക്റ്റ് മാത്രമാണ് എക്സാം. അത് കഴിഞ്ഞിട്ട് 3 ദിവസം ലീവ്. അത് കഴിഞ്ഞിട്ടാണ് ബയോളജിക്കാർക്ക് എക്സാം. അത് കഴിഞ്ഞിട്ടാണ് ഹിന്ദി ഇംഗ്ലീഷ് വെച്ച്. ഇതാരാണ് ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോട്. എന്നാൽ പിന്നെ ഫസ്റ്റ് ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പോൾ 4 ദിവസം അടുപ്പിച്ചാണ് എക്സാമാണ് CS സ്റ്റുഡൻസിന്. ബയോസയൻസ് ആയിരിക്കും ഒരു ദിവസമെങ്കിലും ലീവ് ഉണ്ട്, അല്ല 3 ദിവസം ലീവ് ഉണ്ട് ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആദ്യത്തെ 3 ദിവസം അടുപ്പിച്ച് സയൻസ് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ല. കമ്പ്യൂട്ടർ സയൻസ് ആണ് ശരിക്കും പെട്ടിന്. കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ഓൺ എക്സാമിന് പോലും പഠിച്ചില്ല. ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമിന് എങ്ങനെ പഠിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാനാണ് കാരണം കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ പഠിക്കാറുമില്ല. അതാണ് ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും വരുന്നത് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഈ ടൈം ടേബിൾ ഇഷ്ടമാണോ എന്നൊന്ന് പറയാം. ഈ ടൈം ടേബിൾ എങ്ങനെ എത്ര സാറ്റിസ്ഫൈഡ് ആണ് നോക്കുന്നത്.